ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ ബ്രേക്കിന് ശേഷമാണ് നമ്മൾ വീണ്ടും തുടങ്ങുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം വാൽക്കാനോസ് അഥവാ അഗ്നിപർവ്വതങ്ങളെ കുറിച്ചാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഫാക്ട്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കൂടുതൽ വേഗടിപ്പിക്കേണ്ട നേരെകളിലേക്ക് കിടക്കാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എമിനൻസ്. ഫാക്ട് നമ്പർ 1. ദി ഇന്നർ ലെയർ ഓഫ് അവർ എർത്ത്. ഭൂമിയുടെ ഉള്ളറകൾ. ഭൂമിയുടെ ഏറ്റവും പുറത്തെ പാളിയാണ് ഭൂവൽക്കം, ക്രസ്റ്റ്. ഇതിൻ്റെ ആഴമെന്നത് 35 മുതൽ 70 കിലോമീറ്റർ വരെയാണ്. രണ്ടാമത്തേത് മാൻറ്റിൽ. ഇരുമ്പും മഗ്നീഷ്യവും ഒക്കെ നിറഞ്ഞ ഭാഗമാണിത്. ഇതിൻ്റെ ആഴമെന്നത് 70 മുതൽ 2890 കിലോമീറ്റർ വരെയാണ്. സ്കൂൾ ക്ലാസ്സുകളിൽ നാം പഠിച്ചിട്ടുള്ളതുപോലെ അപ്പർ മാൻറ്റിൽ, ലോവർ മാൻറ്റിൽ എന്നിങ്ങനെ ഇതിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. മാൻറ്റിലിൻ്റെ മുകൾ ഭാഗത്തെ ആസ്റ്റനോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നു. ഭൂമിയുടെ ഏറ്റവും ഉള്ളിലായി കോർ ആണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2900 മുതൽ 5150 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ആഴം. മാൻറ്റിലിൻ്റെ കാര്യം പോലെ തന്നെ കോറിനെയും നമുക്ക് രണ്ടായി തിരിക്കാം, ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ഇവിടുത്തെ ഏകദേശ താപനില എന്നത് 6000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചുരുക്കി പറഞ്ഞാൽ സൂര്യൻ്റെ ഉപരിതലത്തിലുള്ള അത്രയും ചൂട്. ഈ ഭാഗത്ത് അയൺ, നിക്കൽ തുടങ്ങിയ മെറ്റൽസ് തിളച്ചു മറിയുന്ന അവസ്ഥയിലായിരിക്കും, അഥവാ മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കും. ഈ മെറ്റൽസിൻ്റെ മോഷൻ കാരണമാണ് നമ്മുടെ ഭൂമിക്കുള്ളിൽ കാന്തിക മണ്ഡലം നിലനിൽക്കുന്നത്, അഥവാ മാഗ്നറ്റിക് ഫീൽഡ് നിലനിൽക്കുന്നത്. ഈ കൊടും ചൂട് തന്നെയാണ് അഗ്നിപർവ്വതങ്ങളെ ഉണ്ടാക്കുന്നതും. ഫാക്ട് നമ്പർ 2. ഈസ് വാൽക്കാനോ എ സേഫ്റ്റി വാൾവ്? എന്താ, അഗ്നിപർവ്വതങ്ങൾ ഒരു സേഫ്റ്റി വാൾവ് ആണോ? പ്രഷർ കുക്കർ വിസിലടിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണത്? അതെ, പ്രഷർ ക്രമാതീതമായി വർദ്ധിക്കുമ്പോഴാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭൂമിക്ക് അഗ്നിപർവ്വതങ്ങളും. കുറച്ചും കൂടി തെളിച്ചു പറഞ്ഞാൽ, തിളയ്ക്കുന്ന കഞ്ഞിക്കലത്തിൽ നിന്നും കഞ്ഞിവെള്ളവും ചോറ് വെന്തതുമൊക്കെ പുറത്തു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ അഗ്നിപർവ്വതങ്ങളുടെ ആ ഒരു ധർമ്മവും. ഫാക്ട് നമ്പർ 3. ടെക്ടോണിക് പ്ലേറ്റ്സ്. ഫലകങ്ങൾ അഥവാ പ്ലേറ്റ്സ്. നമ്മൾ ചിലപ്പോഴൊക്കെ സുനാമിയൊക്കെ ഉണ്ടാവാറുള്ളപ്പോൾ നമ്മൾ ഫോണിലൊക്കെ സെർച്ച് ചെയ്യാറുള്ളതാണ് ദ റീസൺ ബിഹൈൻഡ് സുനാമി ഫോർമേഷൻ. അപ്പോൾ കേൾക്കുന്ന ഒരു വാക്കായിരിക്കും ഈ പ്ലേറ്റ്സ്. ഈ പ്ലേറ്റ്സിൻ്റെ കൂടിച്ചേരലുകളോ അല്ലെങ്കിൽ തെന്നി മാറുമ്പോഴത്തേക്കുമുള്ള ആ ഒരു എഫക്റ്റ്, അത് തന്നെയാണ് അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാവാനുള്ള കാര്യങ്ങൾ. ചില വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, നമ്മുടെ മിക്ക കൊടുമുടികളും ഉണ്ടായിട്ടുള്ളത് ഈ ഫലകങ്ങൾ പരസ്പരം കൂട്ടിയിടിച്ചാണ്. ഇതിനെ പൊതുവായി ടെക്ടോണിക് പ്ലേറ്റ്സ് എന്നാണ് പറയാറ്. ഈ തിയറി ആദ്യമായി മുൻപോട്ട് വച്ചത് കനേഡിയൻ ജിയോളജിസ്റ്റായ ടൂസോ വിൽസൺ ആണ്. ഫാക്ട് നമ്പർ 4. സൂപ്പർ വോൾക്കാനിക് ഇറപ്ഷൻ. ഭൗമോപരിതലത്തിലെ വിടവുകളിലൂടെ മാഗ്മയ്ക്ക് പുറത്തേക്ക് പ്രവഹിക്കാൻ സാധിച്ചാൽ അതിനെ അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറയാം. എന്നാൽ അത് കഴിഞ്ഞില്ലെങ്കിലോ? തളം കെട്ടി നിൽക്കുന്ന മാഗ്മകളെല്ലാം ചേർന്ന് മാഗ്മ അറകൾ രൂപപ്പെടുന്നു. ഇവിടെ തുടർച്ചയായി മാഗ്മ എത്തിക്കൊണ്ടിരിക്കും. സ്വാഭാവികമായും ഇവിടുത്തെ മർദ്ദവും ഉയരുന്നു. ഒടുവിൽ ഇതും വമ്പൻ അഗ്നിപർവ്വത സ്ഫോടനത്തിലേക്ക് നയിക്കും. നിരവധി വർഷങ്ങളുടെ രൂപപ്പെടുന്ന ഈ മാഗ്മ അറകളാണ് സൂപ്പർ അഗ്നിപർവ്വത സ്ഫോടനത്തിന് കാരണം, അഥവാ സൂപ്പർ വോൾക്കാനിക് ഇറപ്ഷൻ്റെ കാരണം. ചില അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നത് ആറ്റം ബോംബിൻ്റെ 1000കണക്കിന് മടങ്ങ് തീവ്രതയേറിയതാണ്. ഭൂമിയിലെ തീവ്രമായ അല്ലെങ്കിൽ ഭയാനകമായ അഗ്നിപർവ്വതങ്ങൾ കൂടുതലും കാണപ്പെടുന്നത് കടലിനടിഭാഗത്തായാണ്. ഫാക്ട് നമ്പർ 5. ബെനിഫിറ്റ്സ് ഫ്രം വോൾക്കാനിക് ഇറപ്ഷൻ. സ്ഫോടനത്തിൽ നിന്ന് ഗുണങ്ങളോ? അതെ, കേട്ടത് സത്യമാണ്. ഒരുപക്ഷെ ഈ കാര്യം കൂട്ടുകാർക്കറിയാമായിരിക്കും. ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് അഗ്നിപർവ്വത സ്ഫോടന പ്രദേശത്തുള്ളത്. അയൺ, മഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയാൽ നിറഞ്ഞതാണ് അത്. അഗ്നിപർവ്വതത്തിൻ്റെ ചാരത്തിൽ നിന്നുണ്ടാകുന്ന ശിലയായ ടഫ് പണ്ട് മുതൽക്കേ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റും നാം ഉപയോഗിക്കുന്നു. സ്ഫോടനത്തോടൊപ്പം പുറത്തു വരുന്ന ചൂട് ഭാവിയിൽ നമ്മൾ താപോർജ്ജത്തിന് ഉപയോഗിച്ചേക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.
ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഉള്ള വീഡിയോ? കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ഇത്തരത്തിൽ മറ്റൊരു വ്യത്യസ്ത വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ് ഫ്രം എമിനൻസ്. ഒരു കാര്യം കൂടെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ദെൻ സ്റ്റേ ട്യൂൺഡ്.